അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി 200 ഗ്രാം കടല നല്ലപോലെ കഴുകി 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഈ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 മീഡിയം ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കുക. 2 മീഡിയം സൈസ് തക്കാളി, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് നറുക മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് ചിക്കൻ മസാല. ഇനി കടല വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുക്കറിലായതുകൊണ്ട് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുക്കറിൻ്റെ അടപ്പിട്ട് കൊടുക്കുക. പിന്നെ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ആദ്യം ഒരു വിസിൽ വരുന്നവരെ ഫുൾ തീയിലും പിന്നെ തീ ഒന്ന് കുറച്ചിട്ട് ഒരു 5 വിസിൽ വരെയും വേവിച്ചെടുക്കുക. 6 വിസിൽ വന്നതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിന്. തുറന്നിട്ട് കടല വെന്തോ നോക്കാം. കടലൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഈ കടുക് പൊട്ടിച്ചത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെ ദോശൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ടേസ്റ്റിയായ കടലക്കറി റെഡിയാക്കാൻ പറ്റും. എന്തായാലും ഒരു പ്രാവശ്യം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.